ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ബിരിയാണി റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ബിരിയാണി എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ഹോട്ടലുകളിലൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 1 കിലോ ചിക്കൻ ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, എരിയുള്ള മുളക് പൊടിയാണിത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി. ജീരകം വീട്ടിൽ തന്നെ ഞാൻ വറുത്ത് പൊടിച്ചിരിക്കുന്ന ജീരകപ്പൊടിയാണ്. ഇനി നമുക്ക് വേണ്ടത് ബിരിയാണി മസാലയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇപ്പം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഒരു 3-4 പച്ചമുളകൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണിത്. അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളർ, ഓറഞ്ച് കളറുള്ള ഫുഡ് കളറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ ചേർക്കേണ്ട. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്ത് നമുക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് ഒരു 4 പച്ചമുളകും കൂടെ നമുക്ക് നിങ്ങളുടെ ഏരിയ അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 4 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കേവട വാട്ടറാണ് വേണ്ടത്. 1 ടീസ്പൂൺ കേവട വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. നല്ലൊരു സ്മെല്ലാണ് കേവട വാട്ടറൊക്കെ ആഡ് ചെയ്യുമ്പോൾ. നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക് ബിരിയാണിക്ക്. ഇതെല്ലാം കൂടെ കൂട്ടിയത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്ത് ഏകദേശം 1-2 മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു 2 സവോള നീളത്തിലരിഞ്ഞത്, കനം കുറച്ച് നീളത്തിലരിഞ്ഞത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ബിരിയാണിക്ക് പുറമേ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയാണിത്. ഇത് മതിയാവും. ഇനി നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അതേ എണ്ണയിൽ തന്നെ കുറച്ച് ഗരം മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2-3 ഏലക്ക, കറുവാപ്പട്ട, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, വഴനയില, സ്റ്റാർ അനീസ്, ഇവയൊക്കെ കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആകുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് സവോള അരിഞ്ഞത്, നീളത്തിലരിഞ്ഞ സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 3 സവോള ഇവിടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 5 സവോളയാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. സവോളയൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ കുറച്ച് മസാല നമുക്ക് മിച്ചം വന്നിട്ടുണ്ടാകും. നമുക്ക് ആ മസാലയുടെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ആ വെള്ളം നമുക്കതിലേക്ക് ചിക്കനിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട. നമ്മൾ തൈരിനകത്തൊക്കെ വെള്ളം ഉള്ളതാണ്. അതുകൊണ്ട് വെള്ളം തന്നെ ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. ഇനി നമുക്ക് ചോറ് വെക്കാനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെള്ളം വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഗരം മസാലകളൊക്കെ ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കറുവാപ്പട്ട, അതുപോലെ ഏലക്ക, ഗ്രാമ്പൂ, അതുപോലെ സ്റ്റാർ അനീസ്, അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. 3-4 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം. ഇടയ്ക്ക് നമ്മൾ ചിക്കനൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ നമ്മൾ മറന്നു പോകരുത്.
മറ്റേ സ്റ്റൗവിൽ നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വെള്ളം തിളച്ച് വരുമ്പോഴേക്കും വേണമെങ്കിൽ നമുക്ക് ഈ മസാല നമുക്ക് റിമൂവ് ചെയ്യാം. അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ബിരിയാണിയിൽ ഒത്തിരി കടിക്കുന്നത് ഇഷ്ടമില്ല എന്ന് വരെയും നമുക്കത് റിമൂവ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതവിടെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ബാസ്മതി റൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കിലോ ബാസ്മതി റൈസ് ഉണ്ടിത്. ഞാൻ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തോന്ന് നോക്കി നമുക്ക് വെള്ളം ഊറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ചോറും ചിക്കനും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് നമുക്ക് കട്ടിയുള്ള ഒരു തവയോ അല്ലെങ്കിൽ ദോശക്കല്ലോ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബിരിയാണി പോട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. ബിരിയാണി മിക്സ് ചെയ്യാൻ തുടങ്ങാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ചിക്കൻ്റെ പകുതി ഭാഗം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് പകുതി ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒനിയൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി വന്നിരിക്കുന്ന ചിക്കൻ മുഴുവനായി നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള ചോറും കൂടി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി വന്ന സവോള ഫ്രൈ നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, നമ്മൾ 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ് എടുത്തിരുന്നത്, അതിന് നമ്മൾ ചിക്കന് ചേർത്തു. ഇനി നമുക്ക് ബാക്കി വന്നിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫുഡ് കളർ നമ്മളിതുപോലെ ശകലമൊന്ന് വെള്ളത്തിൽ 1/4 ടീസ്പൂൺ ഫുഡ് കളറൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് അതും കൂടി നമുക്കൊന്ന് മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബിരിയാണിക്കിട്ട് നല്ലൊരു കളർ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷണലാണിത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ദമ്മിട്ട് വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ദമ്മിട്ട് വയ്ക്കാം. ഒന്നുകിൽ നമ്മൾ മാവ് കുഴച്ച് നമ്മൾ പാത്രത്തിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുകയോ, അല്ലെങ്കിൽ ഇതെനിക്ക് 2 അടപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ മാവ് കുഴച്ച് ചേർക്കുന്നില്ല. ഞാനിവിടെ നല്ലൊരു 2 അടുപ്പുള്ളതുകൊണ്ട് അതിൻ്റെ പുറത്തേക്ക് ഞാനൊരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഹോട്ടലിലൊക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇനി വേറൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.